ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എൻ്റെ മാത്രം പേഴ്സണൽ ചോയ്സാണ്. ഞാൻ ഇഷ്ടപ്പെടാത്തൊരു പുസ്തകം ഒരുപക്ഷെ എൻ്റെ അടുത്തിരിക്കുന്ന ഇവർക്കൊക്കെ ചിലപ്പോൾ അവരുടെ ഫേവറേറ്റ് ബുക്കായിരിക്കാം. പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയണമോ, അതോ ജസ്റ്റ് ഈ പുസ്തകത്തിനെ കുറിച്ചുള്ളൊരു വിവരണം മാത്രം മതിയാകുമോ? ഇന്ന് ഫോണ് മാറ്റി വെച്ചിട്ട് പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് തന്നെ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടൈറ്റിൽ കേൾക്കുമ്പോൾ വായന വർണ്ണാഭവും യൗവന തീക്ഷണവും. യൗവന തീക്ഷണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന ബഷീറിൻ്റെ വരികളാണ്. സാറാമേ ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രണയസുരഭിലവുമാകുമ്പോൾ പ്രേമസുരഭിലവുമാകുമ്പോൾ എന്ത് ആ ഒരു എനിക്ക് തോന്നുന്നു അതിനൊരു ഉത്തരം ചിലപ്പോൾ അന്ന് ഞാൻ നിന്നെ പ്രേമിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഇവരോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. കാരണം എല്ലാവരെയും വളരെ പേഴ്സണലായിട്ട് ഒത്തിരി വർഷമല്ല, 2 വർഷത്തിന് മുകളിലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. വായനയെക്കുറിച്ച് പറയുമ്പോൾ അക്ഷരങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. അക്ഷരാഭ്യാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വായിക്കാണ്ടിരിക്കാൻ കഴിയില്ല. നമ്മൾ അറിയാതെ തന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ 100 1000 വാക്കുകൾ ഇങ്ങനെ വായിച്ചു കൊണ്ടേയിരിക്കും. വായന ആഘോഷമാകുന്ന വായനയല്ല, വായനയാണ് ആഘോഷിക്കപ്പെടുന്നത്. അപ്പം ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇവരോട് ചോദ്യങ്ങളിലേക്ക് നേരിട്ട് കടക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആദ്യം ചച്ചുവിനോട് തന്നെ ചോദിക്കാം. കാരണം ഞാൻ ഈ അടുത്ത് കണ്ടൊരു വീഡിയോയിൽ ചച്ചു പറയുന്നുണ്ട്, RJ കൂടിയാണ്, ഞാൻ കുട്ടിക്കാലത്ത് മാധവിയെ കുട്ടി കാണണമെന്ന് പറഞ്ഞിട്ട് വളരെയധികം കരഞ്ഞിട്ടുണ്ട്. നന്നായി നീ വിക്ടർ ഹ്യൂഗയോ ഫ്രാൻസ് കാഫ്കയോ ഒന്നും കാണണമെന്ന് പറഞ്ഞിട്ട് കരയാത്ത വീട്ടുകാർക്ക് യാതൊരു ഓപ്ഷനും ഇല്ലാതായി പോയേനെ. അപ്പോൾ അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രൻ ചോദിച്ച ആ ചോദ്യം കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ RJs ഒക്കെ വായിക്കാറുണ്ടോ? വായന RJ എന്ന നിലയിൽ വായന എത്രത്തോളം ഗുണം ചെയ്യും? കാരണം ഒത്തിരി പദസമ്പത്ത് ആവശ്യമായ ഒരു ജോലി കൂടിയാണ്. അപ്പോൾ RJ എന്ന നിലയിൽ വായന സഹായിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ വായനയുടെ ലോകത്തേക്ക് എത്തുന്നതും ഈ സോഷ്യൽ മീഡിയ വഴി ഈ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താം എന്നൊരു നിലയിലേക്ക് ചിന്തിക്കുന്നത്? നമസ്കാരം. 10 വർഷം ഇവിടെ റെഡ് FM-ൽ RJ ആയിരുന്നു. ഇപ്പം ഞാൻ ഖത്തറിൽ റേഡിയോ സുനോയിലാണ്. അപ്പോൾ വൈശാഖ് ആദ്യം പറഞ്ഞ കാര്യം, മാധവിക്കുട്ടി യഥാർത്ഥത്തിൽ ഞാൻ വായനയിലേക്ക് എന്നെ കൊണ്ടുവന്നത് മാധവിക്കുട്ടി തന്നെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം വായിക്കുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണണം എന്നാണോ, ഇവരുടെ വീട്ടിൽ പോകണം എന്നാണോ. പിന്നെ ഞാൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ അതുപോലൊരു തറവാട്ടിലിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പലഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മിഷ്ടി ദോയ് എന്ന് പറഞ്ഞിട്ടൊരു ബംഗാളി സ്വീറ്റ്. അപ്പം ഞാൻ അമ്മയോട് പോയിട്ട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ ഇങ്ങനൊരു സ്വീറ്റ് ഉണ്ട്, എനിക്കിത് ഉണ്ടാക്കി തരണമെന്ന്. അപ്പം അമ്മ വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ നോക്കി. കാരണം ഇന്നത്തെ പോലെ യൂട്യൂബിൽ റെസിപ്പീസ് ഒന്നും കിട്ടില്ല. അതിലാണെങ്കിൽ വേറെ ഒന്നും പറയണില്ല, എന്തോ ഒരു തൈരിൽ ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കണ ഒരു പലഹാരമായിരുന്നു. ഞാനത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും എനിക്കത് നേരെയായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോട്ടെ, പലഹാരം വേണ്ട, എനിക്ക് മാധവിക്കുട്ടിയെ തന്നെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചൊക്കെ ബഹളം വെച്ചു. പക്ഷേ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ വിക്ടർ ഹ്യൂഗോയോ മാധവിക്കുട്ടിയെയോ നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു തരുന്ന ഒരു വീട്ടുകാരായിരുന്നില്ല എൻ്റേത്. അതുകൊണ്ട് പിന്നീട് ആ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയത്, ഞാൻ പിന്നീട് RJ ആയിട്ട് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ മനുഷ്യനൊരാമുഖം വായിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രനെ കാണണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത്. മാധവിക്കുട്ടിയെ പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ സുഭാഷ് ചന്ദ്രനെ നേരിട്ട് ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണ് ആ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ RJs ഇതൊക്കെ പുസ്തകമൊക്കെ വായിക്കുമോ? ഞാൻ ഓർത്തു ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഞാനെന്നല്ല, വായിക്കുന്ന പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് റേഡിയോ ജോക്കീസ് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് പുസ്തകങ്ങളെക്കുറിച്ച്. പദസമ്പത്ത് ആവശ്യമുള്ളൊരു ജോലി തന്നെയാണ്. പക്ഷേ സാഹിത്യത്തിൻ്റെ അതിപ്രസരം വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ കൊളോക്കിയലായിട്ടുള്ള ഭാഷയാണ് എല്ലാ RJസും യൂസ് ചെയ്യുന്നത്. പക്ഷേ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് RJs ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് വായനയിലേക്ക് എത്തിച്ചത് മാധവിക്കുട്ടി തന്നെയാണ്. അഞ്ജിതയിലേക്ക് വരാം. അതിനു മുമ്പേ എൻ്റെ കുട്ടിക്കാലത്തുള്ളൊരു ട്രോമയാണ് മധുപാൽ സാറ്. കാരണം ഈ അന്ന് ദൂരദർശനിൽ സിനിമയൊക്കെ കണ്ടിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോയിട്ട്, എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അന്ന് നമ്മുടെ പേരുള്ള ഒരു കഥാപാത്രം സ്ക്രീനിൽ വരികയാണെങ്കിൽ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ നല്ല ഇമേജാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല, മനോജ് KJ നായകനായിട്ടുള്ളൊരു സിനിമയിൽ മധുപാൽ സാറിൻ്റെ പേര് വൈശാഖൻ എന്തോ ആണ്. പക്ഷേ പുള്ളി വരുന്നു, നന്നായി തന്നെ പോകുന്നു. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പുള്ളി വില്ലനാവുന്നു, തകർന്നു. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിലേക്കായിരുന്നു പോകുന്നത്.
പിന്നെ കളിയാക്കലുകളും. പിന്നെ വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ മധുബാല സർവ്വ തലപ്പാവ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്യം മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഈ 2 പുസ്തകങ്ങൾ വായിച്ചിട്ട് എനിക്ക് ആ സിനിമ ചെയ്യാതിരിക്കാനായില്ല. കാരണം ഇത് 2 ഭാഗത്ത് പോലീസുകാരുടെയും വിപ്ലവകാരിയുടെയും പുസ്തകം വായിച്ചിട്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് എന്നെ ആ സിനിമ എന്ന തോട്ടിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നു. അതിനുശേഷമാണ് വായിക്കുന്നത്. പിന്നെ ഫേസ്ബുക്ക് എന്നുള്ള പുസ്തകം, അങ്ങനെ വായനയിലേക്ക് വരുന്നു. അപ്പോൾ അഞ്ജിതയുടെ ക്വസ്റ്റ്യനിലേക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഇപ്പോൾ എപ്പോഴും പറയുന്നത് വായന ഭയങ്കരമായി വരുന്നു, ആൾക്കാർ വായിക്കുന്നുണ്ട്, പക്ഷേ ഗൗരവകരമായ വായനയിലേക്ക് അവർ കടക്കുന്നില്ല. ഈ ഒരു ലൈറ്റായിട്ടുള്ള വായനയുടെ പഠിക്കൽ തന്നെ നിന്ന് വായന നിന്നു പോകുന്നു എന്നൊരു പൊതുവെ ഒരു സംസാരം വരുന്നുണ്ട്. അങ്ങനെ സീരിയസ് ആയിട്ട് ആരും വായിക്കുന്നില്ല എന്നാണ്. എന്നാൽ അഞ്ജിതയെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു മലയാള പുസ്തകത്തിൻ്റെ ലോകത്തേക്ക് അഞ്ജിത വന്നതിന് എനിക്ക് ചിലപ്പോൾ ഒരു സർപ്രൈസിങ് ആണ്. ഒരു പക്ഷേ ഇംഗ്ലീഷൊക്കെ കൂടുതൽ വായിക്കാവുന്ന ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മലയാള പുസ്തകത്തിൻ്റെ ഇതിലേക്ക് വന്നത്? ഇതിനോട് ചേർത്ത് തന്നെ ആൾക്കാർ ഗൗരവകരമായ വായനയിലേക്ക് പോകുന്നുണ്ടോ, അതോ ലൈറ്റായിട്ടുള്ള വായനയെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ വായന എന്താണ് അതിന്? കാരണം യൗവനത്തിലുള്ള വായനയെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. നമസ്കാരം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. വൈശാഖ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പഠിച്ചിരുന്നത് പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും കിട്ടിയിരുന്ന പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു. ഞാനൊരു 10ാം ക്ലാസ് വരെ മലയാളം അത്യാവശ്യം ടീച്ചേഴ്സ് പിടിച്ചിരുത്തി വായിപ്പിച്ചതാണ്, കോമ്പറ്റീഷൻസിനൊക്കെ വേണ്ടിയിട്ട് ലാംഗ്വേജ് ബെറ്റർ ആകണം എന്ന് കരുതിയിട്ട്. പിന്നെ +1 +2 പഠിച്ച സ്കൂളിൽ ലൈബ്രറി ഇല്ല, അതായത് പഠിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രം കിട്ടിയിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രം വായിച്ചിരുന്ന ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ ഒരു 3 വർഷമാകുന്നതേ ഉള്ളൂ മലയാളം പുസ്തകത്തിലേക്ക് വന്നിട്ട്. പക്ഷേ ഈ ഗൗരവമേറിയ വായന അല്ലെങ്കിൽ സാഹിത്യം, കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യം എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊരു ദിവസം എടുത്തു വെച്ച് വായിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ വായന തുടങ്ങിയത് ത്രില്ലേഴ്സും വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിലുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് എൻ്റെ വായന തുടങ്ങിയത്. പിന്നെ എന്ന് പറയുന്നത് എൻ്റെ ചോയ്സാണ്. നമ്മൾ ഏത് വായിക്കണം വായിക്കേണ്ട എന്നുള്ളത് ഓരോരുത്തരുടെയും ചോയ്സാണ്. ഇന്ന് ഫോണ് മാറ്റി വെച്ചിട്ട് പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് തന്നെ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ആ ത്രില്ലേഴ്സിൽ തുടങ്ങിയിട്ട് എൻ്റെ വായന ഇന്ന് ഗൗരവമേറിയ കാര്യങ്ങളിലേക്ക് വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് തന്നെയാണ് ഉത്തരം. ഗൗരവമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നവരുമുണ്ട്, സിമ്പിളായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നുമുണ്ട്. ഒരിക്കലും വായിക്കുന്ന പുസ്തകങ്ങൾ വെച്ചിട്ട് അയാൾ വായിക്കുന്ന പുസ്തകം ഗൗരവമേറിയ, അതുകൊണ്ട് അത് നല്ല വായന, ഇപ്പോൾ ഇറങ്ങുന്ന മറ്റേ യുവാക്കൾ എഴുതുന്ന അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളത് വായിക്കുന്നത് അത് മോശം വായന, അങ്ങനെയൊന്നുമില്ല. അവനവന് ഇഷ്ടപ്പെടുന്നത് അവരവർക്ക് വായിക്കാം. അതിൽ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പുസ്തകത്തിനുള്ള കമ്പാരിസൺ വരുന്നത് എപ്പോഴാണ്? നമ്മുടെ വായന കൂടുമ്പോൾ. അപ്പോൾ വായന കൂടുമ്പോഴേ ആ കമ്പാരിസൺ വരത്തുള്ളൂ. ഈ ഗൗരവമേറിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ സാഹിത്യം ഒരുപാട് നിൽക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് ആ പുസ്തകം അറിഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും സിമ്പിളായിട്ട് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അതാണ്. ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ഇന്നത്തെ പുസ്തകങ്ങളോടൊപ്പം ഗൗരവമേറിയ പുസ്തകങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഞങ്ങളും ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള വായനയും ഒരുപാട് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ശരത്തിനോട് ചോദിക്കാം. ഇപ്പോൾ അഞ്ജിത പറഞ്ഞു പുസ്തകങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ സജസ്റ്റ് ചെയ്യുന്നു. ശരത്ത് ഒരു ലൈബ്രറിയൻ കൂടിയാണ്. ഞാനും ഒരു കാലത്ത് ലൈബ്രറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ വരുന്നവർ ചോദിക്കുന്നവരുണ്ട് ഏതാണ് നല്ല പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യും. ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ റീലുകൾ വഴി പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങളും ഇത് വായിക്കൂ എന്ന രീതിയിലുള്ള റീലുകൾ വരുന്നു. എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ല എന്നൊരു വിമർശനം കൂടെ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടു ഇത്, എന്നാൽ നിരൂപണം എന്നത് വലിയൊരു ശൃംഖലയാണ്, അത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ശരത്തിന് ഈ ഒരു ഇതിനെക്കുറിച്ച് എന്താണ്? ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയണമോ, അതോ ജസ്റ്റ് ഈ പുസ്തകത്തിനെ കുറിച്ചുള്ളൊരു വിവരണം മാത്രം മതിയാകുമോ? എന്നെ കേൾക്കുന്ന മനുഷ്യരെ നിങ്ങളെ കാണാനും മിണ്ടാനും കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ്. അതിനവസരം തന്ന കൈരളി ബുക്സിന് സ്നേഹം അറിയിക്കുകയാണ്. ഉത്തരത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു നന്ദി അറിയിക്കാനുണ്ട്. അത് പ്രപഞ്ചത്തിനോടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ഷർട്ടുകൾ ഉണ്ടായിരുന്നു പുതിയത്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ഷർട്ട് തന്നെ എടുത്തു. വൈഫ് ചോദിച്ചു, നല്ല പുതിയ ഷർട്ട് ഉണ്ടല്ലോ, എന്താ ഇടാത്തതെന്ന് ചോദിച്ചു. കൃത്യം 1 വർഷം മുന്നേ ഇതേ ഷർട്ട് ഇട്ടുകൊണ്ട് നാട്ടിലൊരു ലൈബ്രറിയിൽ ഞാൻ പോയി. അവിടെ കുറേ ആളുകൾ വരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് പോസ്റ്ററൊക്കെ അടിച്ചിട്ടുണ്ട്, ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് സംസാരിക്കാനാണ് വായനാ ദിനത്തോടനുബന്ധിച്ച്. ദൗർഭാഗ്യകരമായി ആരും വന്നില്ല. ഞാനും ലൈബ്രറിയനും പിന്നെ കുറച്ച് സംഘാടകരും മാത്രം. വളരെ നിരാശയോടുകൂടി ഞാൻ തിരിച്ചുപോയി. അവിടെ നിന്ന്
അതേ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നിങ്ങളെയൊക്കെ ഇത്രയും നിറഞ്ഞ സദസ്സിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദി പ്രപഞ്ചത്തിനോട് പറഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് വരാം. എനിക്ക് ഒരു പുസ്തകം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങളും ആ പുസ്തകം ഇഷ്ടപ്പെടണം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്. എൻ്റെ റിവ്യൂകളിൽ തീർച്ചയായിട്ടും ഞാനതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ക്ലിയറായി പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അത് എനിക്കിഷ്ടപ്പെട്ടത്? ഈ പുസ്തകം എത്തരത്തിലുള്ള വായനക്കാരെ ഉദ്ദേശിച്ചാണ്. കാരണം ലൈബ്രറി സയൻസ് പഠിക്കുമ്പോൾ അവിടെ 5 ലോസ് ഉണ്ട്. അതിൽ സെക്കൻഡ് ലോ ആയിട്ട് പറയുന്നത് എവരി റീഡർ എ ബുക്ക്, തേർഡ് ലോ ആയിട്ട് പറയുന്നത് എവരി ബുക്ക് എ റീഡർ എന്നാണ്. എല്ലാ വായനക്കാർക്കും ഒരു പുസ്തകമുണ്ട്, എല്ലാ പുസ്തകത്തിനും അതത് വായനക്കാരുമുണ്ട്. അപ്പോൾ എല്ലാ പുസ്തകവും എഴുതപ്പെടുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കില്ല. അത് ഓരോരുത്തർക്കും വേണ്ടി കാറ്റഗറൈസ് ചെയ്യാനും അതിന് തിരിച്ചറിയുന്നതുമാണ് ഒരു യഥാർത്ഥ വായനക്കാരൻ്റെ കഴിവെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു തുടക്കക്കാരന് ഒരിക്കലും പറ്റിയെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്ന വളരെ വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹിത്യം ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു വായനക്കാരൻ്റെ അളവ് കിടക്കുന്നത്. അപ്പോൾ അയാൾ കുറ്റം പറഞ്ഞിട്ട് ഈ പുസ്തകം ഗസാക്കിനോളം വലുതല്ലല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിലും വലിയ ബാലിശമായ മണ്ടത്തരം വേറെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പുസ്തകത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ സ്വഭാവം ഇതാണ്, അതിൻ്റെ കഥാഗതി ഇതാണ്, അതിൽ മെച്ചപ്പെടുത്താവുന്ന, ഒരിക്കലും നെഗറ്റീവായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല, വാക്ക് സൂക്ഷ്മമായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല, മെച്ചപ്പെടുത്താമായിരുന്ന ഏരിയകൾ ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. മേ ബി ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഘടന. അപ്പോൾ അതൊരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിലേക്ക് വലിയൊരു നിരൂപണത്തെ ചുരുക്കുന്നതിൻ്റെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് എൻ്റെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കാമെന്ന് എന്നെ പറഞ്ഞിട്ടാണ് അത് ക്ലിയർ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ മസ്റ്റ് റീഡ്സ് എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഒരു കാറ്റഗറി വീഡിയോസ് സെപ്പറേറ്റ് വരാറുണ്ട്. കാരണം പലരും വിഷമിക്കുകയാണ്, അയ്യോ ഈ പുസ്തകം വായിച്ച് ഞാൻ പൈസ പോയല്ലോ, എൻ്റെ സമയം പോയല്ലോ. എന്തിനാണ്? എത്രയോ എഴുതപ്പെട്ട 100-150 പുസ്തകം വായിച്ച് തീർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു 2-3 വർഷം പോവും. അത്രമാത്രം മലയാളം സമ്പന്നമാണ് നല്ല പുസ്തകങ്ങൾ കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പുതിയ ഒരാഴ്ച കൊണ്ട് റിലീസായ ഒരു പുസ്തകം വായിച്ച് നിരാശപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ടുള്ള വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെ പറ്റി അന്വേഷിക്കൂ, അതിനെപ്പറ്റി വായിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും രേഖപ്പെടുത്തൂ. അപ്പോൾ ഒരു പുസ്തകവും ആരും അടിച്ചേൽപ്പിക്കുന്നില്ല, നിരന്തരം. പിന്നെ ഒരു വട്ടം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു പുസ്തകം വായിച്ചു, എനിക്കിഷ്ടപ്പെട്ടു, പുതിയൊരു പുസ്തകമാണ്, ഒരു ABC എന്തോ ഒരു പേരായിക്കോട്ടെ, ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഒരിക്കലും ഒരാൾ ശരത്ത് പറഞ്ഞതുകൊണ്ട് വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരന്തരമായി പിന്നെ റീല് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കീർത്തിയും അതേ പുസ്തകത്തെ പറ്റി പറയുന്നു, പൃഥ്വിയും പുസ്തകത്തിനെ പറ്റി പറയുന്നു, ചച്ചു അതിനെ പറ്റി പറയുന്നു, അഞ്ചിത് പറയാം. അങ്ങനെ തുടർച്ചയായിട്ട് പറയുമ്പോൾ ഈ പുസ്തകത്തിന് വേണ്ടി അത് രജിസ്റ്റർ ആവാണ്. കാരണം അത്രമാത്രം പുസ്തകങ്ങൾ ടൈറ്റിലും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ മാത്രമാണ് ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കീർത്തിയോടാണ്, അധ്യാപികയാണ്. ഇതിനു മുന്നേ നമ്മൾ പരസ്പരം ട്രോൾ ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഡയലോഗാണ്. എനിക്കൊന്ന് കീർത്തി എഴുതിയതാണോ അതോ പറഞ്ഞതാണോ എന്നറിയില്ല. ഞാൻ പുസ്തകം വായിക്കാൻ സമയം കണ്ടെത്തുന്നത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോയി അതിൻ്റെ പ്രസാദത്തിന് വെയിറ്റ് ചെയ്യുന്ന ആ സമയത്തൊക്കെ വായിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അത് സത്യത്തിൽ അത് ഞാൻ ഭയങ്കര നന്നായി കാണുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും എപ്പോഴും ബാഗിലൊരു പുസ്തകം കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ കൂടെ റൂമിലുണ്ടായിരുന്ന പ്രശാന്തേട്ടൻ, അപ്പോൾ പുള്ളി പെട്ടെന്ന് ബാഗിൽ നിന്നൊരു പുസ്തകം എടുത്ത് കാണിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ്. പുള്ളി പറഞ്ഞു എറണാകുളത്ത് നിന്ന് ഇവിടുന്ന് വരുന്നതിനിടയ്ക്ക് വായിച്ച് തീർക്കുന്ന പുസ്തകങ്ങളാണ്. ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നു. വായിക്കുന്ന എല്ലാ പുസ്തകങ്ങളും പരിചയപ്പെടുത്താറുണ്ടോ? എന്താണ് ഈ പുസ്തകം ഞാൻ പരിചയപ്പെടുത്താം എന്നതിനെടുക്കുന്നൊരു മാനദണ്ഡം എന്താണ്? ആദ്യം തന്നെ ഇങ്ങനെയൊരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ കൈരളിയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പറഞ്ഞത് ശരിയാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സമയം കണ്ടെത്താറ് ഇതുപോലെ യാത്ര ചെയ്യുമ്പോഴും ആശുപത്രിയിൽ പോയി നമുക്ക് വെയിറ്റ് ചെയ്യണം, അപ്പോൾ സമയമുണ്ട്, അപ്പോൾ ഒരു പുസ്തകം എടുക്കുക. ഈവൻ അമ്പലത്തിൽ പോവുകയാണെങ്കിലും ടൈം ഉണ്ടാവും. അപ്പോൾ 11 മണിക്ക് എത്തുക, 12:30ക്കാണ് പൂജ, അപ്പോൾ 1.5 മണിക്കൂർ സമയം വായിക്കും. ഒറ്റയ്ക്കാണെങ്കിൽ വായിക്കും. അതേസമയം ഫാമിലിയുടെ കൂടെ ആകുമ്പോൾ അങ്ങനെ പറ്റാറില്ല. ഒറ്റയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനൊരു പുസ്തകം കൊണ്ടുപോകും. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെയുള്ള യാത്രയാണ്. ഏകദേശം 1.5 മണിക്കൂർ. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷ് അച്ചിക്കാനത്തിൻ്റെ പുതിയ പുസ്തകമാണ്, മാതംഗലീല. അപ്പോൾ അത് തീർന്നു പോയാലോ എന്ന് വെച്ച് ഞാൻ രണ്ടാമതൊരു പുസ്തകം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇവൻ തിരിച്ചു പോകുമ്പോഴത്തേക്ക് വെറുതെ ആയി പോകരുത്. പകുതിയോളം എത്തി, അപ്പോൾ തിങ്ങാനും തീർന്നു പോയി. അപ്പോൾ അതുപോലെ അങ്ങനെ പുസ്തകങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വായിക്കാൻ സമയം കണ്ടെത്താറുള്ളത്. പിന്നെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വായിച്ച എല്ലാ പുസ്തകങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനർത്ഥം വായിച്ച എല്ലാ പുസ്തകങ്ങളും ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടപ്പെടാത്ത പുസ്തകങ്ങളെക്കുറിച്ച് എവിടെയും പരാമർശിക്കാറില്ല. കാരണം
ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എൻ്റെ മാത്രം പേഴ്സണൽ ചോയ്സാണ്. ഞാൻ ഇഷ്ടപ്പെടാത്തൊരു പുസ്തകം ഒരുപക്ഷെ എൻ്റെ അടുത്തിരിക്കുന്ന ഇവർക്കൊക്കെ ചിലപ്പോൾ അവരുടെ ഫേവറേറ്റ് ബുക്കായിരിക്കാം. അപ്പം ഞാനതിനെക്കുറിച്ച് എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വായിക്കുന്ന സമയവും സന്ദർഭവും ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥകളും ഒക്കെ അതിനെ ആ ഇഷ്ടപ്പെടലിനെ ബാധിക്കുന്നു എന്ന് ഞാൻ കരുതാറുണ്ട്. പിന്നെ ഏത് തരം പുസ്തകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാറ് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളാണ്. അതിലും ഞാനീ പറഞ്ഞ പോലെ റീൽസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം, ഒരു സിറ്റുവേഷൻ കൂടി പറയാം. എന്താ വെച്ചാൽ എനിക്ക് വാർത്ത വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാൾ തൊട്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ വായനാ മത്സരം അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. വാർത്ത വായിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിന് പറ്റാത്തപ്പോൾ അതങ്ങനെ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, അദ്ദേഹം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തായിരുന്നു, ഡിമെൻഷ്യ എന്ന പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ സുഹൃത്ത് പറയാണ്, എൻ്റെ പുതിയ പുസ്തകത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു തരണം. അപ്പം എനിക്ക് നോ പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു ചെയ്തു ഒരു റീല്. അപ്പോൾ ആ റീലിന് കിട്ടിയ കമൻസും ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒരുപാട് സന്തോഷം തന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വായിച്ചടച്ചു വെച്ചൊരു പുസ്തകമായിരുന്നു സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശീല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഈ പുസ്തകം കൂടി എല്ലാവരും വായിക്കണം എന്ന് പറയണമെന്ന് ആഗ്രഹമുള്ളൊരു പുസ്തകമാണ്, ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്തോട്ടെ എന്ന് ചോദിച്ച് രണ്ടാമത് ചെയ്യുന്ന സമുദ്രശീലയാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ്, നിങ്ങളും ഇത് വായിക്കൂ എന്ന് മറ്റുള്ളവരോട് പറയണം എന്ന് ആഗ്രഹമുള്ള പുസ്തകങ്ങളാണ് റീൽസിന് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത്. സമുദ്രശിലയെ പറ്റി പറഞ്ഞപ്പോഴാണ് അമ്പ എന്നുള്ള കഥാപാത്രം എനിക്ക് ഒത്തിരി വിട്ടുപോകാതെ ഒത്തിരി കാലം കൂടെ നടന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ പലപ്പോഴും ഒരിക്കലും ഇതേപോലെ പാരകളിൽ കഴിക്കാൻ പോകുമ്പോൾ എൻ്റെ പുറകിലൊരു ലേഡി വന്നിരിക്കുന്നു, അവരൊരു ബിരിയാണി ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ കൂടെയുള്ള എനിക്ക് ഇത് അമ്പ എന്നെ വിട്ടുപോകുന്നില്ല. ഏതാണ്ട് ഒരു 6 മാസത്തോളം എൻ്റെ കൂടെ നടന്നൊരു കഥാപാത്രമാണ്. പൃഥ്വിരാജിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ബാക്കിയുള്ള വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൃഥ്വിരാജിൻ്റെ വീഡിയോസിൽ ഞാൻ കാണുന്നത് കുറച്ച് പുസ്തകങ്ങൾ ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ്, ഒരു പുസ്തകത്തെ പറ്റി പറയുന്നതിന് പകരം കുറച്ചധികം പുസ്തകങ്ങളെ പറ്റി പറയുക. അതായത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരേ കാറ്റഗറിയിൽ വരുന്ന പുസ്തകങ്ങൾ തന്നെയാണ് പൃഥ്വിരാജ് സജസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും പൃഥ്വിരാജ് വായിക്കാൻ വേണ്ടിയിട്ട് ആ പുസ്തകങ്ങളിലേക്ക് എത്തി, അല്ലെങ്കിൽ വായിക്കാനുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന്? എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇത് കാണാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ വായനയിലോട്ട് എത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് പണം കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ പഠിത്തം, എൻ്റെ ചിലവിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ, അങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ആ വീഡിയോസ് ബാക്കിയുള്ളവർക്കും കൂടി നല്ലതാവണം എന്നുള്ളൊരു തോട്ട്, ആ ഒരു തോട്ടിൽ നിന്നാണ് പുസ്തകങ്ങൾ ചെയ്യാം എന്ന് പിന്നെ ഒരു തീരുമാനം എടുക്കുന്നു. പിന്നെ ഒരു കാറ്റഗറി ആയിട്ട് ബുക്ക് പലപ്പോഴായിട്ട് വായിക്കുന്ന ബുക്കുകൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകം കാരണങ്ങളൊന്നുമില്ല. ഓരോ ബുക്കും ഞാൻ എൻ്റേതായുള്ള തോട്ട്സ് ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. കാരണം എല്ലാവർക്കും വായിക്കാനുള്ള കഴിവുണ്ട്, ഓരോരുത്തർക്കും ഓരോ തോന്നലാണ്. പിന്നെ ഞാൻ ഒരു വലിയ ആളായിട്ട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഇഷ്ടം മാത്രം നോക്കി, എൻ്റെ സമാധാനത്തിന്, എൻ്റെ സന്തോഷത്തിന് മാത്രമാണ് ബുക്കിൻ്റെ വീഡിയോ ചെയ്യുന്നത്. വേറെ ആരെയും അത് വേറെ രീതിയിലും ബാധിക്കരുത് എന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ വലിയ രീതിയിൽ വന്ന് പറയണം അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട പുസ്തകം ഇതാണ്, അത്രയേ ഉള്ളൂ. പൈസയിനേക്കാൾ ഉപരിയായിട്ട് ആ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, അതെൻ്റെ സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ പേരിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ റീൽസ് ചെയ്യുന്നത്. അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊന്നും മോണിറ്റൈസേഷനൊന്നും ഇല്ല. നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള പുസ്തകങ്ങൾ ആരാ ഈ പറയുന്നത്, അത് എഴുതാൻ ഭയങ്കര ഈസിയാണെന്ന്? ഡ്രസ് കോഡൊക്കെ ആവശ്യമുണ്ട്. ഒരു റീൽ, പുസ്തകത്തെ പറ്റി റീൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത്രയ്ക്ക് പതിഞ്ഞ കളറുകളുള്ള ഡ്രസ്സ് ഇട്ട്, ഇപ്പോൾ ചേർത്ത് പറഞ്ഞാൽ വെള്ള ഷർട്ട് ഇട്ടിട്ട് ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് മാത്രമേ ചെയ്യാവൂ, അങ്ങനെയൊക്കെ ഒരു വിവേചനം ഉണ്ടോ?